നാം ഉദ്ദേശിക്കുന്ന ഏത് ആഗ്രഹങ്ങളും ഏത് ആവശ്യങ്ങളും വളരെ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള, നിറവേറാനുള്ള ഒരുപാട് അമലുകൾ നാം നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ സൂറത്തുൽ ഫത്ഹിന്റെ യാ ലത്തീഫ് എന്ന് പറയുന്ന മഹത്തായ ആ ഒരു ഇസ്മിന്റെ, അതുപോലെ ഒരുപാട് സ്വലാത്തുകളും ആവശ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് അമലുകൾ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ അത് കേട്ടിട്ട് ചെയ്തു. വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ വെച്ച് ചെയ്തവർക്കൊക്കെ പലർക്കും അതിന്റെ അനുഭവങ്ങൾ, റിസൾട്ടുകൾ കിട്ടിത്തുടങ്ങി. അല്ലാഹു ഇനിയും ഒരുപാട് ആളുകൾക്ക് സന്തോഷ വാർത്ത കേൾക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാന്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. അപ്പോൾ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ അങ്ങനത്തെ അമലുകളൊക്കെ വിശ്വാസത്തോടു കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് കൃത്യമായ റിസൾട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ സാക്ഷിയാണ്. എൻ്റെ അടുക്കൽ കഴിഞ്ഞ ദിവസം 23-ാം തീയതി വന്നവരിൽ ഒരുപാട് ആളുകൾ അത് ചൊല്ലിത്തുടങ്ങി. ഫത്തഹിൻ്റെത് ചെയ്തു, അതേപോലെ തന്നെ യാസീനിന്റെ ചെയ്തു, തഹജ്ജുദിന്റെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. അൽഹംദുലില്ലാ, നമുക്കുള്ള പ്രചോദനവും അത് തന്നെയാണ്. നിങ്ങൾ ഇത്തരം അമലുകൾ പറയുമ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് വരുന്നതുണ്ടല്ലോ, ആ മുന്നിട്ട് വരുന്നതാണ് നമുക്ക് വീണ്ടും ഇത്തരം അമലുകൾ പറയാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള പ്രചോദനമാകുന്നത്. അല്ലാഹു ധാരാളം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്തായാലും റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിന്റെ, റബ്ബിനെ ഓർക്കുന്നതിന്റെ ഭാഗമാണല്ലോ ഇതെല്ലാം. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു കബൂലും അള്ളാഹുവിന്റെ നോട്ടൊക്കെ കിട്ടുമെന്നുള്ളത് ഉറപ്പാണല്ലോ. ഇന്ന് നാം അതുപോലെ ഒരു അമലാണ് പറയുന്നത്. മുമ്പ് സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് ഓരോ മുബീനെത്തുമ്പോഴും ചൊല്ലേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടാകും. അതേപോലെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഒരു അമലാണ്. ഒരുപാട് കിതാബുകളിൽ ഈ അമല് പറഞ്ഞിട്ടുണ്ട്. ചെയ്ത ആളുകൾക്കൊക്കെ ഫലം ലഭിച്ചു എന്ന് കിതാബുകളിലൊക്കെ കാണാം. അങ്ങനെയുള്ള ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇൻഷാ അല്ലാഹ്. സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പറയുന്നത്, സൂറത്ത് യാസീൻ ഒരു ഇരുത്തത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ, ഒരു അജ്നബിയായ കലാമ് വരാതെ സൂറത്ത് യാസീൻ 4 തവണ ഓതുകയാണ്. ആ 4 തവണ ഓതുന്നതിന്റെ ഇടക്കും അന്യ സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഖിബിലയിലേക്ക് മുന്നിട്ടിട്ടാണ് ഓതേണ്ടത്. 4 പ്രാവശ്യം ഓതണം. 4 പ്രാവശ്യം ഓതിയതിന്റെ ശേഷം, 4 പ്രാവശ്യം ഓതിയതിന്റെ ശേഷം ഞാൻ ഈ പറയുന്ന ആ ഒരു ദുആ, ആ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലണം. അപ്പോഴാണ് ആ അമല് നമുക്ക് പൂർത്തീകരിക്കപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞാല്, നമുക്ക് നമ്മുടെ മകന് നല്ലൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ മകളുടെ വിവാഹം ശരിയാകണം, അല്ലെങ്കിൽ നമ്മുടെ വീടും സ്ഥലവും വിറ്റുപോകണം, ഇങ്ങനെ അല്ലെങ്കിൽ ജയിലിലകപ്പെട്ട മോന്റെ മോചനം ലഭിക്കണം, ഇങ്ങനെ എന്തു നീയത്താവട്ടെ ആ നീയത്ത് പ്രത്യേകം മനസ്സിൽ കരുതുക. വുളു എടുത്ത് വരിക, വിശുദ്ധ ഖുർആൻ എടുക്കുക, ഖിബിലയിലേക്ക് മുന്നിട്ടൊരു മുസല്ല തിരിച്ചിടുക, എന്നിട്ട് അവിടെ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ അത്തഹിയ്യാത്തിൽ അങ്ങ് ഇരിക്കുക. ഇരുന്നിട്ട് 4 തവണ സൂറത്ത് യാസീൻ അതേ ഇരുത്തത്തിലിരുന്ന് ഓതുക. ആ ഓതിയതിന്റെ ശേഷം ഒരു സൂറത്ത് യാസീൻ ഓതിയിട്ട് അടുത്ത സൂറത്ത് യാസീൻ ഓതുന്നതിന്റെ ഇടയ്ക്ക് ആരോടും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ 4 സൂറത്ത് യാസീനും പൂർത്തീകരിക്കുക. പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ ഞാൻ എഴുതിയ ഇതുപോലെ നിങ്ങൾ ചൊല്ലുക. ഇവിടെ എഴുതിയതിൽ മാറ്റമുണ്ട്. എനിക്ക് എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ ഒരു എഴുത്ത് അതിൽ വെച്ചതാണ്. പക്ഷെ ഞാൻ ഈ ചൊല്ലുന്നത് പോലെയാണ് നിങ്ങൾ ചൊല്ലേണ്ടത്, എഴുത്തിലുള്ളത് പോലെയല്ല. എഴുത്തിൽ ഞാൻ പറയുന്ന വാക്കുകളും പദങ്ങളൊക്കെ ഉണ്ടാകും, അതിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടും ചില പദങ്ങളൊക്കെ മാറ്റുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് ആ ഒരു ടെക്സ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലേണ്ടത് സുബ്ഹാനൽ മുനഫിസ് അൻ കുല്ലി മദിയൂൻ, സുബ്ഹാനൽ മുഫർരിജ് അൻ കുല്ലി മഹ്സൂൻ, സുബ്ഹാന മൻ ജഅല ഖസാഇനഹു ബൈനൽ കാഫി വൻ നൂൻ, سبحان من أراد شيئا أن يقول له كن فيكون يا مفرج فرج يا مفرج فرج يا مفرج فرج يا مفرج فرج فرج عني همي وغمي فرجا عاجلا برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم എന്ന് ചൊല്ല. ഒറ്റ പ്രാവശ്യം ചൊല്ല. ഓക്കെ, 4 പ്രാവശ്യം ഓതിയതിന് ശേഷം
സുമ്മ യഖൂലു അർബഅ മറാത്തിൻ ബഅദൽ ഫറാഗി മിനൽ ഖിറാഅത്ത്. 4 പ്രാവശ്യം ചൊല്ലണം കേട്ടോ. 4 പ്രാവശ്യം ഓതിയതിന് ശേഷം 4 പ്രാവശ്യം തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ ദിക്റുകൾ 4 പ്രാവശ്യം ചൊല്ലാം. ഇപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ചൊല്ലിയില്ലേ, അതേപോലെ 4 പ്രാവശ്യം ചൊല്ലാം. അതിനുശേഷം സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, അത് ആ ഇരുത്തത്തിൽ തന്നെ ചൊല്ലണമെന്നില്ല, അത് പിന്നെ നടന്നിട്ട് എഴുന്നേറ്റിട്ടൊക്കെ ചൊല്ലാം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്നുള്ളത് 1479 തവണ അത് ചൊല്ലിക്കഴിഞ്ഞാൽ നാം ചെയ്യേണ്ട അമല് പൂർത്തിയായി. ഓക്കെ, അതോടുകൂടെ അമല് പൂർത്തിയായി. ഇതാണ് പറഞ്ഞിട്ടുള്ള അമല്. ഈ അമല് ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഫലമുണ്ടെന്നും വലിയ വലിയ കിതാബുകളിലൊക്കെ നമ്മുടെ ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ചൊല്ലാൻ പറ്റുന്ന മുജറബായ സ്വഹീഹായ ഒരുപാട് ആളുകൾക്ക് ചെയ്തിട്ട് ഫലം ലഭിച്ച അമൽ എന്ന് പറഞ്ഞ് ഇമാമുകൾ പരിചയപ്പെടുത്തിയ വളരെ പവിത്രമായ മഹത്വമുള്ള ഒരു അമലാണ്. ഒരുപാട് അമലുകൾ പറയുമ്പോൾ എല്ലാ അമലുകളും ഒന്ന് ചെയ്തു നോക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ, ഏത് ഡോറിലൂടെയാണ് നമുക്ക് തുറക്കപ്പെടുക എന്നുള്ളത് പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അമല് കേട്ടു, നമ്മളത് ചെയ്തു. രണ്ടാമത് നമ്മൾ ഫത്ഹിന്റെ അമല് കേട്ടു, അത് ചെയ്തു. സൂറത്തുൽ ഫത്ഹിന്റെ യാ ലത്തീഫിന്റെ അമല് കേട്ടു, അത് ചെയ്തു. യാസീനിന്റെ തന്നെ വേറൊരു അമല് കേട്ടു, അത് ചെയ്തു. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് കാണില്ലേ, ഇവൻ ഇങ്ങനെ നല്ലൊരു വിഷയം കേൾക്കുമ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആത്മാർത്ഥതക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആവശ്യം പൂർത്തീകരിച്ചു തരും. അങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ നേട്ടങ്ങൾ നേടിയിട്ടുള്ളത്. 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരു തവണ ചൊല്ലിയവരുണ്ട്, ആ ഒറ്റ തവണയിൽ തന്നെ ആവശ്യം പൂർത്തീകരിച്ചവരുണ്ട്. ഒരു തവണ ചൊല്ലിയിട്ട് നടക്കാതെ രണ്ടാമത് ചൊല്ലിയിട്ട് മൂന്നാമത് ചൊല്ലിയിട്ട് ആവശ്യം പൂർത്തീകരിച്ചവരുണ്ട്. അവരൊക്കെ നമ്മൾ കോൾ ചെയ്ത് അറിയിച്ചതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു തവണ ചൊല്ലിയിട്ട് പൂർത്തീകരിച്ച് രണ്ടാമത്തെ ആവശ്യത്തിന് വേണ്ടി വീണ്ടും ചൊല്ലിയവരുണ്ട്. അപ്പൊ പ്രതീക്ഷയോടുകൂടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസിൽ പങ്കെടുക്കണം. നൂറെ മദീനയുടെ നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 വളരെ അസ്മാഉൽ ഹുസ്നയെ ഓതിയിട്ട് ചെയ്യുന്ന സൂറത്ത് യാസീൻ, ഹദ്ദാദ് റാത്തീബ്, വിർദുൽ ലത്തീഫ് ഒക്കെ ചൊല്ലുന്ന വളരെ മഹത്തായ മജ്ലിസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന്റെ മജ്ലിസിന്റെ ലിങ്കുകളൊക്കെ കിട്ടാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും ഓർത്ത് അല്ലാഹുവിന് ധാരാളം ദിക്റുകൾ ചൊല്ലി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് അന്നത്തെ ദിവസം റാഹത്തുള്ള ദിവസമാകാനും കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് ആ ദിവസത്തിൽ നമുക്ക് സംഭവിച്ച ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാനും സ്ഥിരമായിട്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. നിങ്ങൾ ഇതിവിടുന്ന് കേൾക്കുമ്പോൾ, നിങ്ങൾ അവിടെ നിന്ന് ചൊല്ലുമ്പോൾ, നിങ്ങളുടെ നാക്കുകളെ കൊണ്ട് ചൊല്ലുമ്പോൾ അതിന് നല്ല പ്രതിഫലം ലഭിക്കുമല്ലോ. അതിന് നമ്മളൊരു കാരണമാകുമ്പോൾ ആ കാരണക്കാരനായി എനിക്കും അതുകൊണ്ട് പ്രതിഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.